ഓം ശാന്തി. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരുപാട് സംസ്കാരങ്ങൾ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷവും ഊർജവും നൽകിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കുന്ന കുറേ ആചാരങ്ങളുണ്ട്. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ആചാരങ്ങളൊക്കെ പഴഞ്ചനായിപ്പോയി. വിദേശത്തുനിന്ന് പേരുകുത്തി മുദ്രകുത്തി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് മൂല്യമായി പോയി. നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്നവർക്കാണെങ്കിൽ ആ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. അത് മുത്തശ്ശിയുടെ, അത് മുത്തശ്ശൻ്റെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊരു പഴഞ്ചൻ, അമ്മ ഒരു പഴഞ്ചനാണ്. ഈ രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ ഉൾക്കൊള്ളാതെ തഴയുന്ന ഒരുപാട് ദൃശ്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്ന പല ആചാരങ്ങൾക്കും പിന്നിലുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ കർമ്മങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും അതിൽ അനിഷ്ടം ഉണ്ടായേക്കൊക്കെ ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് അനിഷ്ടം ഉണ്ടായെങ്കിൽ ഞാൻ മുന്നേ കൂടി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അനിഷ്ടം ഉണ്ടാക്കിയതിന് എങ്കിലും സത്യമായിട്ടുള്ള കാര്യം അത് നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും ഈ തിലകം ചാർത്തുന്നതായിരിക്കുന്ന ഒരു സിസ്റ്റം അതിനൊരുപാട് പേര് കളിയാക്കാറുണ്ട്. നിങ്ങൾക്കറിയോ, ഈ സ്ഥാനം ഇതിനെയാണ് നമ്മൾ ആജ്ഞാചക്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് യാതൊരു വിഷമവും കൂടാതെ നിങ്ങൾ ഈ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് അമർത്തി നിങ്ങൾ മസാജ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ടെൻഷൻ റിലാക്സ്ഡ് ആയിട്ട് മാറും. എന്താ കാരണം എന്നറിയോ? ഈ ശരീരത്തിലെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനമാണ് ഇവിടെ. ഒരു ചന്ദനം കൊണ്ട് നിങ്ങളിവിടെ ചാർത്തുന്ന സമയത്ത് ആജ്ഞാചക്രത്തിൽ ഒരു കൂളിംഗ് ആണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ പൊട്ടു തൊടാൻ വേണ്ടിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ തിലകം ചാർത്താൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ വിരൽ കൊണ്ട് ഇവിടെ നിങ്ങൾ സ്വയം പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആജ്ഞാചക്രത്തെ ആക്ടിവേറ്റ് ആക്കുകയാണ്. മൂന്നാമത്തെ കണ്ണിന് എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം കൈ കൊണ്ട് സ്വന്തം ഭ്രൂമധ്യത്തിൽ ഈ സ്ഥാനത്ത് നിങ്ങൾ തൊടുമ്പോൾ ഈ കൈ എന്ന് പറയുന്നതും നമ്മുടെ കണ്ണും കൈയും കാലുമാണ് ഊർജത്തെ പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങൾ. സ്വന്തം കൈ കൊണ്ട് ഈ സ്ഥാനത്ത് തൊടുകയാണെങ്കിൽ പോലും ഈ വിരലുകൊണ്ട് നമ്മൾ ഈ സ്ഥാനത്ത് തൊടുകയെന്ന് ചിലർത്തും ഒരു എനർജീനെ, ഹൈ പവർഫുൾ എനർജീനെ നമ്മൾ ഇവിടേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇവിടേക്ക് എനർജി കൊടുക്കുമ്പോൾ നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ സ്ഥാനം എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ മുഴുവൻ കൺട്രോളിങ് പാനലിൻ്റെ ഒറിജിനലായിരിക്കുന്ന സ്ഥാനമാണ്. ഈ ശരീരത്തിലെ ആന്തരിക ശക്തിയായിരിക്കുന്ന ആത്മാ ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിരിക്കുന്ന ഇരിപ്പിടാണ്. ഈ ശരീരത്തിലെ ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന സ്ഥാനവും അത് തന്നെയാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തെ ആക്റ്റീവ് ആക്കുമ്പോൾ മൂന്നാമത്തെ കണ്ണ് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാൻ സാധിച്ചുവെങ്കിൽ, ഈ കണ്ണ് നിങ്ങൾക്ക് തുറക്കാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യമായിരിക്കും. പണ്ടത്തെ ആളുകൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് മനസ്സിനെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉൾവലിച്ച ശേഷം ഈ സ്ഥാനത്ത് തിലകം ചാർത്തുന്നതോടെ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് എനർജി ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ എനർജി ആക്ടിവേഷനിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ആ വലിയ കാര്യത്തെ പോലും ചെറുതായിട്ട് കാണാനുള്ള ഒരു ശക്തി അവരോട് ഉണർന്നു വരും. അഥവാ അവരുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് സാരല്ല പോട്ടെ എന്ന് പറയുമ്പോൾ അത് പോട്ടെ എന്നാവാനുള്ളൊരു ഊർജം അതിന്ന് വരുമായിരുന്നു. പക്ഷേ അതിനെ നമ്മളൊരു പഴഞ്ചൻ മെത്തേഡായിട്ട് തള്ളിക്കളഞ്ഞപ്പോൾ, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഘടകങ്ങളാക്കിയപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്ന, എനർജീനെ ആക്ടിവേറ്റ് ചെയ്യുന്ന, സങ്കല്പശക്തിക്ക് ഊർജം കൊടുക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വലിയ ഭാഗത്തെ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു വിഷമം വിചാരിക്കാതെ ദിവസവും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒറിജിനലായിരിക്കുന്ന ഒരു ചന്ദനത്തിൻ്റെ ഒരു കഷ്ണം കല്ലും ഉണ്ടായാൽ മതി. ദിവസവും ഒന്ന് ഉരച്ചിട്ട് അവിടെ നിങ്ങളൊന്ന് ചന്ദനം തൊട്ട് നോക്ക്. ആ തണുപ്പ്, ആ കൂളിംഗ് അത് എത്രമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നറിയോ. ഇനി പണ്ട് തിലകം ചാർത്തി പറഞ്ഞയക്കുമായിരുന്നു. ഒരാളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നിങ്ങൾ അവർക്കൊരു തിലകം ചാർത്തി പറഞ്ഞയക്കുക എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദം. ഒരാളെ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞയക്കുമ്പോൾ എൻ്റെ ഹാർട്ടിൽ നിന്ന് അവർ ഈ പോയി വരുന്ന കാര്യം പൂർണ്ണമായി വിജയിക്കട്ടെ എന്നതായിരിക്കുന്ന ഹൈലി പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു എനർജിയാണ്. ആ എനർജീനെ നിങ്ങളുടെ കൈകളിലൂടെ അവർക്ക് ഉന്മേഷവും ഉത്സാഹവുമായിക്കൊണ്ട് ഒരു ബ്ലെസ്സിങ്സ് ആയിക്കൊണ്ട് പകർന്നു കൊടുക്കലാണ് തിലകം ചാർത്തുക എന്ന് വെച്ചാൽ. അതുകൊണ്ട് ഇതൊരു പഴഞ്ചൻ
മെത്തേഡല്ല, അത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ഒറിജിനൽ ആയിരിക്കുന്ന സംസ്കാരം എന്നും നിങ്ങളുടെ മൂന്നാമത്തെ കണ്ണ് തുറക്കാൻ സഹായിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട്. പണ്ടത്തെ കാലത്ത് ഗുരുക്കന്മാർ ധ്യാനവും പഠനവുമായി കൊണ്ട് മൂന്നാമത്തെ കണ്ണ് തുറക്കാൻ പറയുമ്പോൾ അതെല്ലാം ആർക്കോ വേണ്ട മെത്തേഡായിരുന്നു. ഇപ്പോൾ തേർഡ് ഐ ഓപ്പണിംഗ് എന്ന പേരിൽ വിദേശത്ത് നിന്ന് വീഡിയോകൾ വരുമ്പോൾ നമ്മുടെ ഭാരതീയർ അതിൻ്റെ പിന്നാലെ കുത്തിയിരുന്ന് കൊണ്ട് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുകയാണ്. ത്രാടനം നടക്കണം, അതുപോലെ തന്നെ ടെലിക്കിനിസിസ് നടക്കണം, ഇതൊക്കെ എനിക്ക് ചെയ്യണം. കാരണം വിദേശികൾ ടെലിക്കിനിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നു, വിദേശികൾ ത്രാടനത്തിന് വില വെച്ചിരിക്കുന്നു. അപ്പം ഈ കണ്ണൊന്ന് തുറന്നു കിട്ടിയാൽ എല്ലാം നേടാം. അവർ പറഞ്ഞു, നമ്മൾ മാനിച്ചു. നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഗുരുക്കന്മാരും നമ്മുടെ ഗുരു പരമ്പരകളും ഭാരതീയ സംസ്കാരവും നമ്മൾ നിരന്തരമായി പഠിപ്പിച്ച ഒന്നാണ് ഈ തിലകം ചാർത്തുന്നതിൻ്റെ മഹത്വം. നമ്മളതിന് വില വെച്ചില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഈ ഒരു അബദ്ധം കാണിക്കരുത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദിവസവും എനർജി നിറയ്ക്കൂ, പോസിറ്റീവ് എനർജി നിറയ്ക്കൂ. കുറച്ചും കൂടെ നിങ്ങൾക്ക് എനർജറ്റിക് ആവണോ, നിങ്ങളുടെ സ്വന്തം കയ്യിൽ ആ പവർഫുൾ ആയിട്ടുള്ള എനർജി നിറച്ചിട്ട് അതൊന്നും ഇവിടെ തൊട്ട് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഊർജ്ജം എത്രമാത്രം ആക്റ്റീവ് ആവും എന്നുള്ള കാര്യം. രണ്ടാമത്തെ, ഉപവാസം. ഞാൻ പലപ്പോഴും ഈ പുതിയ തലമുറയിലെ കുട്ടികൾ പറയണേക്കാം, എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശിക്ക് തിങ്കളാഴ്ച സോമവാര വ്രതം, വേറൊരു ദിവസം ഗണപതിയുടെ പേരിൽ വ്രതം, എന്നും വ്രതം എടുക്കാനേ നേരമുള്ളൂ എന്ന് പറയും. പക്ഷെ നിങ്ങൾക്കറിയോ ഉപവാസം എന്നത് എത്രമാത്രം ശക്തിശാലിയായിട്ടുള്ള ടെക്നിക്കാണെന്ന്? ലംഘനം പരം ഔഷധം എന്നാണ് പറയുന്നത് തന്നെ. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ജലം പോലും കഴിക്കാതെ മിണ്ടാതെ കിടന്ന് നോക്ക്. ആ പൂച്ചയും പട്ടിയും നായൊക്കെ കാണിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവർ പാല് കുടിക്കുന്നത് നിർത്തും, ആഹാരം കഴിക്കുന്നത് നിർത്തും, മിണ്ടാതെ കിടക്കും. വല്ല പുൽനാമ്പ് കഴിക്കുന്നത് കാണാം, പച്ചവെള്ളം കുടിക്കുന്നത് കാണാം. 3-4 ദിവസം കഴിയുമ്പോൾ രോഗം മാറി തിരിച്ചു വരുന്നു. ലംഘനം പരം ഔഷധം. അതുകൊണ്ട് ഉപവാസം എന്നത് ശരീരത്തിലെ രോഗങ്ങളെ കത്തിച്ച് കളയുന്ന സാധനമാണ്. ഇത് ഭക്തിയുടെ പേരിൽ ഈശ്വരനോടുള്ള ഭാവന കൂട്ടിക്കൊണ്ട് ആ കാര്യത്തെ ചെയ്തു തീർക്കാനുള്ള ശക്തി ഈശ്വരൻ്റെ അടുത്ത് സ്വീകരിച്ച് ഉപവാസം ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരെയും പഴഞ്ചൻ മെത്തേഡാക്കി. അതേസമയം ഇന്ന് ഡയറ്റിങ്ങിൻ്റെ പേരിൽ, വെയിറ്റ് ലോസിൻ്റെ പേരിൽ ഇന്റർമിറ്റൻറ്റ് എന്ന് പറഞ്ഞതായിട്ടുള്ള ടെക്നിക്ക് നമുക്ക് വന്നപ്പോൾ അത് വിദേശികൾ പറഞ്ഞല്ലോ. 8 മണിക്കൂർ കഴിക്കരുത്, 8 മണിക്കൂർ റെസ്റ്റ്, ക്ലീനിങ്ങിന് കൊടുക്കൂ, 8 മണിക്കൂർ നിങ്ങൾ എടുക്കൂ, 8 മണിക്കൂറിനുള്ള എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, എന്നാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യും. ഓക്കെ, നമ്മളത് സന്തോഷത്തോടെ സ്വീകരിച്ചു. പണ്ടത്തെ മുത്തശ്ശി പറഞ്ഞു, മോനെ ആഴ്ചയിൽ ഒരു ദിവസം ഒരിക്കൽ എടുത്തിട്ട് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ ഒന്ന് പോയി തൊഴാൻ പറഞ്ഞപ്പോൾ നമുക്കത് പഴഞ്ചൻ മെത്തേഡായി. ഇന്നത് നമുക്ക് സ്വീകാര്യമായിരിക്കുന്ന മെത്തേഡായി. ഇത്തരത്തിൽ വിദേശത്തിൻ്റെ സ്റ്റാമ്പ് അടിച്ചു വരുമ്പോൾ കണ്ണു തുറക്കുക എന്നുള്ളത് സ്വയം നമുക്കുള്ള അവനവനോടുള്ളതായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും അവനവനോടുള്ള ആദരവിൻ്റെയും ഏറ്റവും വലിയ കുറവാണ്. അതുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ സ്വന്തം സംസ്കാരത്തിൽ നിന്ന്, സ്വന്തം ആചാരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ്. ഞാൻ ഒരിക്കലും വിദേശത്ത് നിന്ന് ഒരു കാര്യത്തെയും സ്വീകരിക്കാത്ത ആളല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 56-58 വീഡിയോസിനേക്കാൾ കൂടുതൽ BK ഷീബയിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന പേര് വിദേശത്ത് നിന്ന് വന്നു തന്നെയല്ലേ? തീർച്ചയായിട്ടുമാണ്. എന്തും നല്ലത് സ്വീകരിച്ചോളൂ. ആ സ്വീകരിക്കുന്നതിനർത്ഥം എൻ്റെ വീട്ടിലവർക്ക് വിലയില്ലാണ്ടായി പോകരുത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, ഘർക്കി ഗംഗ ക മാൻ നഹി ഹേ എന്നൊക്കെ പറയും. എൻ്റെ വീട്ടിലെ ഗംഗയാകുമ്പോൾ അതിന് വിലയില്ലാതിരിക്കുകയാണ്. മുറ്റത്ത് വിരിയുന്ന മുല്ലയാണ്, മണമില്ലാതിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടേതായിട്ടുള്ള കർമ്മത്തിൻ്റെ അതിൻ്റെ മഹത്വം കാണാതെ മറ്റുള്ളവർ പറയുമ്പോൾ മഹത്വം നമുക്ക് മഹത്വം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകരുത്. മറ്റൊന്ന്, ക്ലാസ്സിൽ വരുന്നൊരു മാതാജി ഒരിക്കൽ ഹാർട്ടിൽ എന്തോ ഒരു ചെറിയ പ്രോബ്ലം വന്നു, ഒരു ബ്ലോക്ക് വന്നു അത്രേ. അവർ പോയി എൻജിയോഗ്രാഫും അങ്ങനെ എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് വന്നു. ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ദിവസം രാവിലെ അവർ വന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു ബലൂൺ എടുത്ത് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ഒരു കുട്ടികളെ പോലെ കളിക്കാനിരിക്കുന്നത്? സിസ്റ്ററെ, ഹാർട്ടിന് ഹെൽത്ത് കിട്ടാൻ വേണ്ടിക്കൊണ്ട് ബലൂൺ വീർപ്പിക്കണമെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്ര തവണയെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഹാർട്ട് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയോ, പണ്ടത്തെ കാലത്ത് പൂജയ്ക്ക് മുന്നേ വീടുകളിൽ നന്നായിട്ട് ശംഖധ്വനി മുഴക്കുമായിരുന്നു. ശംഖനാഥം കേൾക്കുമ്പോൾ ഒന്ന് നമ്മുടെ ഹാർട്ടും ലങ്സും മോസ്റ്റ് പവർഫുള്ളായി മാറും. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറയാനുള്ള സാധ്യതയാണ് ദിവസവും ശംഖ് വിളിച്ച. നമ്മൾ പറഞ്ഞു അതൊക്കെ ആരെയോ ഉണർത്താൻ വേണ്ടി ചെയ്ത മെത്തേഡല്ലേ, പഴഞ്ചൻ മെത്തേഡിലേക്ക് മാറ്റിവെച്ചു. ദിവസവും ഓരോ ദിവസം കഴിയും തോറും ഹാർട്ട് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുകയാണ്. ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ മുടക്കി 10,000 മുടക്കിയ ശേഷം നമ്മൾ ബലൂണും കൊണ്ട് വീർപ്പിക്കാനിരിക്കുകയാണ് ആരോഗ്യം നന്നാക്കാൻ വേണ്ടി. ദിവസവും ശംഖ് വിളിച്ചുകൊണ്ട് ആ പോസിറ്റീവ് എനർജി വീട്ടിലൊന്ന് നിറച്ചു നോക്ക്. നിങ്ങൾ ഹാർട്ടിനും കുഴപ്പമുണ്ടാവില്ല, ലങ്സിനും കുഴപ്പമുണ്ടാവില്ല. മാത്രമല്ല അതിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടൊരു ധ്വനിയുണ്ട്, പ്രകമ്പനം. അത് നമ്മുടെ അന്തരീക്ഷത്തിൽ പോലും
നെഗറ്റീവ് എനർജിനെ ഇല്ലാതാക്കി പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം നിറയ്ക്കുകയും ചെയ്യും, നമുക്ക് ശക്തി തരുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു വിദേശിയുടെ വീഡിയോ ആണ്. അതിൽ മെറ്റലുകൾ കൂട്ടിമുട്ടുമ്പോൾ അതിനുണ്ടാവുന്ന ആ മണിനാദത്തിൻ്റെ അതുണ്ടാവുന്ന പ്രകമ്പനങ്ങൾ കൊണ്ട് മനുഷ്യന്മാരുടെ മനസ്സിന് ശാന്തി കിട്ടും, പുറത്ത് വളരെ സുഖമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നല്ല മെറ്റൽ പഞ്ചലോഹത്തിൻ്റെ ആണെങ്കിൽ അത് വെച്ചിട്ട് വീട്ടിൽ അതിൻ്റെ ശബ്ദം ഉണ്ടാക്കാൻ ടാങ് ടാങ് നടിക്കാൻ. നമുക്കറിയാലോ വിദേശത്തുള്ളതായിരിക്കുന്ന ചൈനയുടെ ഒരു സാധനം നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി പ്രവഹിക്കാൻ വേണ്ടി കുഴലുകളെ തൂക്കിക്കൊണ്ട് നമ്മൾ ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തു. പണ്ടത്തെ വീട്ടിൽ വലിയൊരു മണി തൂക്കിയിടുമായിരുന്നു. വരുന്നവരൊക്കെ കോളിംഗ് ബെൽ അടിക്കുന്നതിന് പകരം ടാങ് 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 എന്ന് മണി അടിക്കുമായിരുന്നു. അമ്പലത്തിൽ മാത്രമൊന്നുമല്ല, പള്ളികളിലും കാണുമായിരുന്നു. എല്ലായിടത്തും ആ മണിനാദം അതിനുണ്ടാവുന്നതായിട്ടുള്ള ധ്വനി, ആ പോസിറ്റീവ് എനർജി നമുക്ക് സപ്പോർട്ട് തരുമായിരുന്നു. പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു മണിനാഥാണെങ്കിൽ അത് നിലനിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിനിൻ്റെ ബാലൻസിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഘടകമായിരുന്നു അത്. പക്ഷെ നമ്മൾ അതൊക്കെ പഴഞ്ചനാക്കി കോളിംഗ് ബെല്ല് ക്രാങ് ക്രാങ് എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥമാവും നമ്മുടെ ബ്രെയിൻ. അതേസമയം മണിനാദം കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് ശാന്തി തരും, ബ്രെയിൻ ബാലൻസ് ചെയ്യും. വീട്ടിൽ എന്തെങ്കിലും കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്ത് നോക്കിക്കോ. ഒരു മണി തൂക്കിയിട്ടോ വീടിൻ്റെ മുന്നിൽ കോളിംഗ് ബെല്ലിന് പകരം അത് വന്ന് 4 മണി അടിച്ചിട്ട് നിങ്ങളൊരാളെ കാണാൻ വേണ്ടി തുറക്കാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയും കോളിംഗ് ബെല്ല് ക്രാങ് ക്രാങ് എന്നുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് കേട്ട് കഴിഞ്ഞ ശേഷം വാതിൽ തുറക്കാൻ പോകുന്ന മാനസികാവസ്ഥയും നിങ്ങൾക്കൊരു മെഷീൻ്റെ സഹായത്തിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. കാരണം അത് ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൻ്റെ ബാലൻസിങ്ങിനെ ഒരുപാട് സഹായിക്കുന്ന ഘടകമാണ് മണിനാദം. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാരണന്മാർ ചെയ്തു വെച്ചതായിരിക്കുന്ന മെത്തേഡുകൾ. ഒന്നിനും പഴഞ്ചൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത് അല്ലെങ്കിൽ അവരുടെ മെത്തേഡാണ്, ഇത് ഇന്ന സംസ്കാരത്തിൻ്റെ മെത്തേഡാണ്, ഇത് ആർക്കും സ്വന്തമാക്കാവുന്ന മെത്തേഡാണ്. നമ്മൾ അഥവാ നമുക്ക് വിൻഡ് ചാമ്പ് നമ്മുടെ വീടിന് മുന്നിൽ തൂക്കിയിട്ട് ആ നാദം വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് റിലീസ് ചെയ്യാനില്ല എങ്കിൽ മണിനാദം കൊണ്ടുവരാൻ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മെസ്സേജ് ചെയ്തുകൊണ്ട് തേർഡ് ഐ ഓപ്പണിങ്ങിന് വേണ്ടി നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ പോകാമെങ്കിൽ ഇവിടെ ചന്ദനം ചേർത്താൻ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. മതങ്ങളുള്ളിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും സൂര്യന് ജലം കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയോ, രാവിലെ എഴുന്നേറ്റ് പണ്ടത്തെ ആളുകൾ സൂര്യ നമസ്കാരം ചെയ്തിട്ടോ പോട്ടെ ഒന്നുമില്ലെങ്കിൽ കുളിച്ചു കഴിയുമ്പം സൂര്യന് ജലം കൊടുക്കുമായിരുന്നു. സൂര്യനെ നോക്കി കയ്യിൽ പിടിച്ച് സെക്കൻഡ്സ് സൂര്യനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിറ്റാമിൻ ഡി നിങ്ങൾക്ക് കൂടും, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കൂടും, രോഗപ്രതിരോധ ശേഷി ശരീരത്തിൽ വരും, എല്ലാവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുമായിരുന്നു. അത് പഴയ മെത്തേഡ് ആയതുകൊണ്ട് ഇപ്പം അതിനെയൊക്കെ വിട്ടിട്ട് സൂര്യോപാസന എന്ന രീതിയിൽ വേറെ പലരും പറഞ്ഞപ്പോൾ നമ്മൾ വന്ന് സൂര്യന് നോക്കുകയാണ്. ജനലിൻ്റെ ഇടയിൽ കൂടെയോ വാതിലിൻ്റെ ഇടയിൽ കൂടെയോ സൂര്യനെ കാണുമെന്ന് കാത്തു നിൽക്കുകയാണ്. എന്തിന്? തുറന്ന ആകാശത്തിൽ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് അനുഗ്രഹീതമായ ലോകത്ത് ഈ ഭാരതഭൂമിയിൽ നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. അന്ധവിശ്വാസത്തെ തോന്നുന്നത് വിട്ടേക്ക്. 90% ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ ഉള്ളിൽ മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായിരിക്കുന്ന ഒരു ഉണർവിനും ശക്തിക്കും വേണ്ടതായിട്ടുള്ള ടെക്നിക്കുകളാണ്. ആരും ഒന്നും വെറുതെ ചെയ്തു വെച്ചതല്ല. അതുകൊണ്ട് ഒന്നിനും തഴയാതെ നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ അപമാനിക്കാതെ നല്ലതിന് സ്വന്തമാക്കി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയാക്കി മാറ്റൂ. എങ്കിൽ ആരോഗ്യവും സന്തോഷവും അറിയാതെ വന്നു ചേരുന്ന ഘടകങ്ങളായിരിക്കും. ദിനചര്യ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ടൂളാണ്. അതിനുപയോഗിക്കൂ, ആക്ടിവേറ്റ് ചെയ്യൂ, ലൈഫിൽ ഹാപ്പിയസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകൂ. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.